നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും വചനപ്രകാരം ശരിയായിരിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 21 അധ്യായം 23 വാക്യം: വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ 2 വഴികളില്ല. എല്ലാ ദിവസവും നിങ്ങളുടെ വാക്കുകളെ ദൈവവചനപ്രകാരം ശരിയാക്കി സൂക്ഷിക്കുക. 1-2 ദിവസം മാത്രമല്ല, എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നിങ്ങളുടെ വാക്കുകളെ ദൈവവചനപ്രകാരം ശരിയായി സൂക്ഷിക്കുക. ഇത്രയും ദിവസം വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തിൽ പ്രവർത്തിച്ച നിങ്ങൾ ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞേക്കാം. വളരെ ശാഠ്യത്തോടും വഴങ്ങാതെയും ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ദൈവവചനം വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളതായി തോന്നാം. വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞില്ലെങ്കിൽ ജീവൻ നിറഞ്ഞതായി പരിശുദ്ധാത്മാവിൽ വായിൽ കൂടെ അത് വെളിയിൽ വരികയില്ല. എന്നിരുന്നാലും പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ വെളിപ്പെടലിനായി വിശ്വാസത്തിൻ്റെ വചനം മുറുകെ പിടിച്ചാലേ മതിയാവുകയുള്ളൂ. വിശ്വാസത്തിൻ്റെയും സമൃദ്ധിയുടെയും വചനങ്ങൾ ആദ്യം വിശ്വസിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങിയപ്പം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉടൻ മാറിയിരുന്നില്ല. സാമ്പത്തികവും സാഹചര്യപരവുമായി വളരെയധികം ഞെരുക്കങ്ങളിൽ കൂടി കടന്ന് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു, ഈ സാഹചര്യങ്ങളൊന്നും വചനത്തിൻ്റെ സത്യാവസ്ഥയോ ശക്തിയോ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന്. നമുക്കെല്ലാം ഇതിനോടകം അറിയാം, ദൈവിക സമൃദ്ധിയുടെ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവേശുവിൽ എപ്പോഴും അത് ഉവ്വ് ഉവ്വ് എന്നാണ്, അതിന് നീക്കം വരാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ ഇതിൽ തന്നെ മുറുകെ പിടിച്ചു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം, ഞാൻ വിശ്വസിച്ച ആദ്യ ദിവസം തന്നെ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ്. ക്രിസ്തുവിൽ നാം വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച നാൾ തന്നെ, സമൃദ്ധിയുടെ വിത്തുകൾ വിതച്ച നാൾ തന്നെ ഈ വിത്തുകൾ വളരുവാൻ തുടങ്ങിയെന്ന് നിങ്ങൾ ഓർക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കണം, തിരിച്ചറിയണം. പ്രാരംഭത്തിൽ സമയമെടുത്തു എങ്കിൽ കൂടി വിളവ് തീർച്ചയായും കടന്നു വന്നു. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള സാധാരണയായ ഒരു പ്രശ്നം പലരിലും കണ്ടിട്ടുള്ളത്, ഈ വിഷയങ്ങളിൽ ഒരു നല്ല വിശ്വാസ ജീവിതം അവർ തുടങ്ങുമെങ്കിലും പെട്ടെന്ന് ഫലം കാണാത്തപ്പോൾ നിരാശപ്പെട്ട് പിന്മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, നിരാശയുടെ മൂർധന്യത്താൽ തങ്ങളുടെ വാക്കുകളെ കൊണ്ട് തന്നെ അവരുടെ വിളവിനെ നശിപ്പിക്കുകയും ഫലത്തെ ചവിട്ടിക്കളയുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്ത തവണ വിത്ത് വിതച്ചതിന് ശേഷം നിരാശ വന്നാൽ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ചവിട്ടിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ തീരുമാനിക്കുക, സമയം നിങ്ങളുടെ വിശ്വാസത്തെ കീഴ്പ്പെടുത്തുകയില്ല. ആദ്യം തന്നെ അത് വീണ്ടും തിരിച്ചറിയണം. നിങ്ങൾ സമയത്തിന് ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വാഗ്ദത്തങ്ങൾ വെളിപ്പെടും വരെ വചനത്തിൽ മുറുകെ പിടിക്കുക. ഹൃദയം കൊണ്ടും വായു കൊണ്ടും വ്യക്തതയോടെ വചനം വിതച്ചുകൊണ്ടേ ഇരിക്കുക. ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ വാക്കുകൾ വചനപ്രകാരം എപ്പോഴും ശരിയായിരിക്കട്ടെ. തീർച്ചയായും നിങ്ങൾ ദൈവിക സമൃദ്ധി ഉടനെ വെളിപ്പെടുന്നത് കാണും. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാമോ? വചനത്തിന് വെളിയിലുള്ള വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംസാരിച്ചൊരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഫലം എന്തായിരുന്നു? അതിൽ നിന്ന് വ്യത്യസ്തനായി ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സമ്മർദ്ദം തരുന്ന സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ദൈവവചന പ്രകാരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റുമോ? ദൈവവചന പ്രകാരം എല്ലായ്പ്പോഴും ശരിയായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഒരു യഥാർത്ഥ വിടുതലിനായി തയ്യാറാവുക.